ബീഫ് വിഷയത്തിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് പുറത്തായി. ബിജെപിയുടെ യുപിയിലെ സർധാന എംഎൽഎ സംഗീത് സോം അൽദുവ ബീഫ് കയറ്റുമതി കമ്പനിയുടെ ഡയറക്ടർ. ഇത് സംബന്ധിച്ച രേഖ പീപ്പിൾ പുറത്തുവിട്ടു. ബീഫ് കയറ്റുമതി ചെയ്യുന്ന അൽദുവ ഫുഡ് പ്രോസസിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബിജെപി എംഎൽഎ സംഗീത് സോം ആണ് എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത്. യുപിയിലടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളുമായി ഹലാൽ മാട്ടിറച്ചിയായി കയറ്റുമതി ചെയ്യുന്ന പ്രധാന കമ്പനികളിലൊന്നാണ് അൽദുവ ഫുഡ് പ്രോസസിംഗ്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ശാഖകളുള്ള അൽദുവ ഫുഡ്സിനായി യുപിയിലെ അലിഗാരയിൽ 50 ഏക്കറിൽ പരം ഭൂമിയും സർദാൻ മണ്ഡലത്തിലെ ബിജെപി എംഎൽഎ സംഗീത് സോം വാങ്ങി. ബിസിനസ്സുകാരും ബിജെപി പ്രവർത്തകരുമായ മൊയ്നുദ്ദീൻ ഖുറേഷി, യോഗേഷ് റാവത്ത് എന്നിവരുടെ കൂട്ടു പങ്കാളിയായാണ് ബിജെപി എംഎൽഎ അൽദുവ ഫുഡ്സ് നടത്തിക്കൊണ്ടു പോകുന്നതെന്നും വ്യക്തമായി. ഏറ്റവും മികച്ച ഹലാൽ മാട്ടിറച്ചിയും ആട്ടിറച്ചിയും ലഭിക്കുമെന്നാണ് അൽദുവ ഫുഡ്സിന്റെ വെബ്സൈറ്റിലെ പ്രധാന പരസ്യവാചകം. ടൺ കണക്കിന് ബീഫാണ് അൽദുവ ഫുഡ്സ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തത്. അൽദുവ ഫുഡ്സ് കമ്പനിക്കായി സ്വന്തം പേരിൽ സ്ഥലം കരാർ ചെയ്തുവെന്നും ബിജെപി എംഎൽഎ സംഗീത് സോം സ്ഥിരീകരിച്ചു. ഗോവധം കൊലക്കുറ്റമാണെന്നും ബീഫ് കഴിക്കുന്നവർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണെന്നും സംഗീത് സോം ദാദ്രി കൊലപാതകത്തിന് ശേഷം പ്രതികരിച്ചിരുന്നു. ബീഫ് നിരോധനം നടപ്പാക്കണമെന്ന് നിരന്തരം ഉന്നയിച്ചിരുന്ന സംഗീത് സോം മുസാഫർ നഗർ കലാപത്തിലടക്കം പ്രധാന പ്രതി കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി RSS വെള്ളാപ്പള്ളി കൂട്ടുകെട്ടെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടത് ഭരണ തുടർച്ചയും RSSന് വേണ്ടത് അക്കൗണ്ട് തുറക്കലും ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയിൽ ഭരണഘടന തയ്യാറാക്കുന്നത് രാജൻ ബാബുവാണെന്നും വിഷയം UDFൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടി തടഞ്ഞെന്നും പിണറായി കൂട്ടിച്ചേർത്തു. SNDP RSS ബന്ധത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒത്താശ ചെയ്യുകയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. UDF യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനമുയർന്നപ്പോൾ അതിനെ മയപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഭരണ തുടർച്ചയാണ് ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം. RSSന് ലക്ഷ്യമാകട്ടെ കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങുക എന്നതും. ഇതിനായി ഉമ്മൻചാണ്ടിയും RSSും പരസ്പരം സഹായിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ചില മധ്യസ്ഥരെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഈ കൂട്ടുകെട്ടിനെ തള്ളിക്കളയുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് കോൺഗ്രസും BJPയും രണ്ടു വശത്ത് നിന്ന് പോരടിക്കുന്നവരാണെങ്കിലും കേരളത്തിൽ രണ്ടു കൂട്ടർക്കും സഹകരിക്കുന്നതിന് വലിയ വിഷമമില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടത് തൻ്റെ ഭരണത്തിൻ്റെ തുടർച്ചയാണ്. RSSന് വേണ്ടത് അക്കൗണ്ട് തുറക്കലാണ്. അപ്പോൾ അക്കൗണ്ട് തുറക്കാൻ സഹായം കോൺഗ്രസിൽ നിന്നും UDFൽ നിന്നും കിട്ടണം. അങ്ങനെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള സഹായം ലഭിക്കുന്ന സാഹചര്യം വന്നാൽ തിരിച്ച് സഹായിക്കാൻ RSSും തയ്യാറാണ്. അപ്പോൾ RSSൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാം എന്നാണ് ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടൽ. ശിഥിലീകരിക്കപ്പെട്ട UDFന് സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. LDF ഒറ്റക്കെട്ടോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പിണറായി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. റിയാദിൽ തമിഴ്നാട് സ്വദേശിനിയായ വീട്ടുജോലിക്കാരുടെ കൈ വെട്ടിമാറ്റിയ സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിൽ നിന്ന് നേടിയ സ്ഥാനങ്ങൾ SNDP നോമിനികൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആലപ്പുഴ DCCക്ക് പിന്നാലെ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും KPCC പ്രസിഡന്റ് VM സുധീരനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നു. പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസിൽ ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ SNDP നോമിനികൾ സർക്കാരിൽ നിന്ന് നേടിയ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ വാർത്താ സമ്മേളനത്തിലും ഷുക്കൂർ ആവശ്യമുന്നയിച്ചു. അത്തരം സ്ഥാനമാനങ്ങളിലിരിക്കുന്ന ആളുകൾ അതിനോട് ആത്മാർത്ഥത കാണിക്കണം, സത്യസന്ധമായ നിലപാടുകൾ ഉണ്ടാകണം. അതുകൊണ്ട് അവർ സ്വയം ഒഴിയുന്നതായിരുന്നു. അല്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ഈ വികാരമുണ്ട്. തൊട്ടുപിന്നാലെ സർക്കാരിലെ SNDP നോമിനികളുടെ പേര് പീപ്പിൾ TV പുറത്തുവിട്ടു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ശങ്കർ, ദേവസ്വം ബോർഡ് അംഗം സുഭാഷ് വാസു, കെപ്കോ ചെയർമാൻ പത്മകുമാർ, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗം അനിൽ തറനിലം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം ബിനീഷ്, MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ സുശീലൻ എന്നിവരാണ് SNDP നോമിനികളായി സർക്കാർ സ്ഥാനങ്ങളിലുള്ളത്. തൊട്ടുപിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പിണറായി വിജയനും VM സുധീരനും രംഗത്തെത്തി. ഞങ്ങൾക്ക് വേറെ ബന്ധമില്ല, UDFുമായി ബന്ധമില്ല, ഞങ്ങൾ RSSൻ്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ് എന്ന ഉറച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ വേറെ പാർട്ടി രൂപീകരിച്ച് UDFൻ്റെ ഭാഗമല്ലാത്തൊരു പാർട്ടിയായി മാറുന്നുവെങ്കിൽ ആദ്യം വേണ്ടത് ആ സ്ഥാനങ്ങളൊക്കെ രാജിവെക്കലിന്. ഈ ഗവൺമെൻറ്റിൽ നിന്നും സ്ഥാനങ്ങൾ കിട്ടിയ ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ വിമർശിക്കുമ്പോൾ സ്ഥാനമൊഴിയുക എന്നുള്ളത് സാധാരണമായ ഒരു ഔചിത്യ മര്യാദ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്. VSനെതിരെ നിയമ നടപടിക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മൈക്രോ ഫൈനാൻസ് അഴിമതി ആരോപണത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു.
അതേസമയം VS ആരോപണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പരീക്ഷിക്കട്ടെ, ഞാൻ എൻ്റെ കാശ് വന്നിട്ട് വേണ്ടേ കൊടുക്കാൻ. ഏതന്വേഷണം മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പണം നേരിട്ട് ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ കൊടുത്തിട്ട് വേണ്ടേ പലിശ മേടിക്കാനും. പലിശ കൊടുക്കുക, ഞാനൊരു NOC കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ല ഇങ്ങനെ ഇരിക്കെ തെറ്റിദ്ധാരിപ്പിക്കാതെ. അദ്ദേഹം നിരപരാധിയാ. അത് പ്രാദേശികം, അത് യൂണിയൻകാരോട് ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എന്താ കാര്യം? അത് എന്തൊരു ആരോപണം ചെയ്യുന്നത്? VSനോട് എന്തിനാണ് ഞാൻ പോകുന്നത്? നിയമ നടപടിയിലേക്ക് കാര്യം ഇപ്പം അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ചെയ്തതാണത്. അത് ഞങ്ങൾ തമ്മിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളതാണ്. ചില ആളുകൾ പുള്ളിക്ക് തെറ്റിദ്ധാരണ കൊണ്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മാറട്ടെ, അല്ലെങ്കിൽ കേസ് കൊടുക്കും. അതിനകത്ത് പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ഇത് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കേസ് കൊടുക്കുമല്ലോ. കേസ് കൊടുത്തേ പറ്റൂ. അല്ല, ആർക്കും സംശയം. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഈ സംശയം ഈ പറയുന്ന SNDP യോഗത്തിന് നേതൃത്വത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണല്ലോ സംശയമുള്ളത്. ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതിനു മുമ്പ് ഭരിച്ചവരാണ്. ഇതുവരെ ഇല്ലാത്ത സംശയം ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ ഉണ്ടായി? അതിൻ്റെ സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമല്ലേ ഉള്ളൂ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശ്രീനാരായണ ധർമ്മവേദി നേതാക്കൾ. 96 മുതൽ അഴിമതിയിലൂടെ വെള്ളാപ്പള്ളി കോടികൾ കരസ്ഥമാക്കിയതായും വെള്ളാപ്പള്ളിയുടെ അഴിമതികൾ CBI അന്വേഷിക്കണമെന്നും ധർമ്മവേദി നേതാക്കൾ പറഞ്ഞു. ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണം കൊലപാതകമാണെന്നും ഇതിനു പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളിയാണെന്നും ബിജു രമേശ് ആരോപിച്ചു. വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ ധർമ്മവേദി നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് കൈമാറി. SN ട്രസ്റ്റിന് കീഴിലെ വിവിധ കോളേജുകളിലെ അധ്യാപക നിയമനത്തിലൂടെ 1996 മുതൽ 380 കോടി രൂപ വെള്ളാപ്പള്ളി വാങ്ങിയെടുത്തതായി ധർമ്മവേദി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൂടാതെ 200 കോടി രൂപ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഇനത്തിലും ഇതിനോടകം വെള്ളാപ്പള്ളി വാങ്ങിക്കഴിഞ്ഞുവെന്നും അവർ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി അഴിമതിയിലൂടെ കരസ്ഥമാക്കിയ പണം മക്കളായ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വന്ദന ശ്രീകുമാറിൻ്റെയും ദുബായിലെയും സ്വദേശത്തെയും വ്യവസായ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കൂടാതെ തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ SNDPക്കായി സ്ഥലം വാങ്ങിയതിൽ ആൾമാറാട്ടവും വഞ്ചനയും വെള്ളാപ്പള്ളി നടത്തി. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP അണികളെ വെള്ളാപ്പള്ളി വഞ്ചിക്കുകയാണെന്നും ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത്രയും കോടി രൂപ ഈ കള്ളത്തരമായി എടുത്ത് പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ച വെള്ളാപ്പള്ളി നടേശനെ CBI അറസ്റ്റ് ചെയ്യണം എന്ന് CBI അന്വേഷണം ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തുഷാർ വെള്ളാപ്പള്ളിയുമായി സംഘർഷത്തിലേർപ്പെട്ടതിൻ്റെ അടുത്ത ദിവസത്തിലാണ് ശാശ്വതീകാനന്ദ സ്വാമി ആലുവായിൽ മരണപ്പെട്ടതെന്നും ഇത് ദുരൂഹമാണെന്നും ബിജു രമേശ് ആരോപിച്ചു. സ്വാമിയെ വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ രക്തം പടിയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. ഒരാൾ കുളിക്കാനിറങ്ങിയ ഒരാളുടെ രക്തം പടിയിൽ എങ്ങനെയാണ് വീണ് കിടക്കുന്നത്? തല പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പങ്കായം കൊണ്ട് പൊട്ടിയാണെന്ന് പറയും. തല പൊട്ടിയപ്പോഴുണ്ടായ രക്തമാണ് ആ പടിയിൽ ഒലിച്ച് കിടന്നത്. അപ്പം സ്വാമി കുളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വാമിയെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SNDPയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ ക്രമക്കേടിന്റെ വിശദാംശങ്ങൾ ബിജു രമേശ്, KK പുഷ്പാങ്കദൻ എന്നിവർ പ്രതിപക്ഷ നേതാവിന് കൈമാറി. കണ്ടോൺമെന്റ് ഹൗസിലെത്തിയായിരുന്നു ഇവർ VSനെ കണ്ടത്. വാർത്താസമ്മേളനത്തിൽ KMS ലാൽ, സൗത്ത് ഇന്ത്യൻ വിനോദ്, ഡോക്ടർ സുശീല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഫ് പോസ്റ്റ് വിവാദത്തിൽ കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപ നിശാന്തിനെതിരെ നടപടിയില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. ക്യാമ്പസിനുള്ളിൽ ക്ഷേത്രമില്ലെന്നും വിളക്കുകൊളുത്തൽ മാത്രമാണുള്ളതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. കേരളവർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയ സംഭവത്തിൽ ദീപ നിശാന്തിന് പങ്കില്ലെന്ന പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് വിശ്വാസത്തിലെടുത്താണ് അധ്യാപികയ്ക്കെതിരെ നടപടി വേണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. സംഭവം നടക്കുമ്പോൾ ദീപ നിശാന്ത് പരീക്ഷാ ചുമതലയിലായിരുന്നു. അധ്യാപിക ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി മാത്രം നിലപാടെടുത്തുവെന്ന ആരോപണവും നിലനിൽക്കുന്നതല്ല എന്ന് ദേവസ്വം ബോർഡ് കണ്ടെത്തി. കോളേജിൻ്റെ ഉള്ളിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികളുടെ ഒരു ഭാഗം നിൽക്കുകയോ ഒരു വിഭാഗം വിദ്യാർത്ഥിക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായ റിപ്പോർട്ട് പ്രിൻസിപ്പാൾ തന്നിട്ടുണ്ട്. ബീഫ് ഫെസ്റ്റിനെ കുറിച്ച് ദീപ നിശാന്ത് നടത്തിയ ഫേസ്ബുക്ക് പ്രതികരണത്തിൽ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനമെടുത്തു. ക്യാമ്പസിനുള്ളിൽ ക്ഷേത്രമില്ലെന്നും വിളക്ക് കൊളുത്തുന്ന ആൾത്തറ മാത്രമാണ് ഉള്ളതെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. ക്ഷേത്രം ഉണ്ടെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ല. അവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമുണ്ട്. അത് പഴയ കാലത്തോട്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസിലെ ക്യാൻറ്റീനിൽ മാത്രമാണ് മാംസാഹാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയ ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നും MP ഭാസ്കരൻ നായർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷിനെതിരെ സുപ്രീം കോടതി. സതീഷിനെ കോടതി വിളിച്ചു വരുത്തി ശാസിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ വിപ്ലവകാരിയാകേണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇങ്ങനെ തുടർന്നാൽ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വരുമെന്നും ക്ഷേത്രം ട്രസ്റ്റിന്റെ ഓഡിറ്റ് നടത്തണമെന്നും കോടതി ശാസിച്ചു.
യുപിയിൽ കവർച്ചാ കേസിൽ പരാതി നൽകാനെത്തിയ ദളിത് കുടുംബത്തെ നഗ്നരാക്കി പോലീസ് മർദ്ദിച്ചതിന് എതിരെ പ്രതിഷേധം രാജ്യവ്യാപകമാകുന്നു. നോയിഡയിലെ ധൻകർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവാവിനെയും ഭാര്യയെയും കുട്ടിയെയും തെരുവിൽ നഗ്നരാക്കിയാണ് പോലീസ് മർദ്ദിച്ചത്. എന്നാൽ ദളിത് കുടുംബത്തെ കുറ്റപ്പെടുത്തിയും പോലീസിനെയും ന്യായീകരിച്ചും യുപി മുഖ്യമന്ത്രി അഖിലേഷ് യാദവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. വീട്ടിൽ കവർച്ച നടന്നുവെന്നും പ്രതികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് യുപിയിലെ ഗ്രേറ്റർ നോയിഡ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ദളിത് കുടുംബാംഗങ്ങളെ നഗ്നരാക്കി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയാണ്. പരാതിയുമായി എത്തിയ യുപി സ്വദേശി സുനിൽ ഗൗതമിനെയും ഭാര്യയെയും കൈക്കുഞ്ഞിനെയും പോലീസ് പരാതി സ്വീകരിക്കാതെ ഇറക്കിവിട്ടു. ദളിതരുടെ പരാതി അന്വേഷിക്കലല്ല പോലീസുകാരുടെ പണിയെന്നായിരുന്നു സ്റ്റേഷൻ ഓഫീസറുടെ മറുപടി. കുടുംബ സുഹൃത്തുക്കളുമായി പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് പരാതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷന് മുമ്പിൽ കുടുംബാംഗങ്ങൾ കുത്തിയിരുന്നു. ഇതിൽ രോഷാകുലരായ പോലീസുകാർ ദളിത് യുവതികളെ തെരുവിലേക്ക് വലിച്ചിറക്കി നഗ്നരാക്കി തല്ലിച്ചതച്ചു. കൂടെ വന്ന സ്ത്രീകളെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇത് തടയാനെത്തിയ ദളിത് യുവാവിനെയും കൈക്കുഞ്ഞിനെയും പോലീസ് തല്ലിച്ചതച്ചു. എന്നാൽ ഇവർ സ്വയം വസ്ത്രം ഉരിയുകയായിരുന്നുവെന്നും പോലീസിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നുമാണ് സ്ഥലം SP-യുടെ മറുപടി. ദളിത് കുടുംബം ആവശ്യമില്ലാതെ വിവാദം സൃഷ്ടിക്കുകയായിരുന്നെന്നായിരുന്നു മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി.